ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ അഥവാ ദത്തങ്ങളുടെ ക്രമീകരണം. പഠനത്തിനായി നാം ശേഖരിക്കുന്ന ഡാറ്റകൾ ഇതുപോലെയാണ്. ക്രമരഹിതമായി ഒരടുക്കും ചിട്ടയുമില്ലാതെ എല്ലാം കൂടിക്കലർന്ന രീതിയിലുള്ള ഒത്തിരി ഡാറ്റകൾ. ഒരാക്രി കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കൈവശമുള്ള സാധനങ്ങൾ ഏതെല്ലാം എത്രമാത്രമുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ഇതുപോലെ കോപ്പർ, ടയർ, ബോട്ടിൽ എന്നിങ്ങനെ തരംതിരിച്ചു വയ്ക്കണം. ഇതുപോലെ തന്നെയാണ് പഠനത്തിനായി നാം ശേഖരിക്കുന്ന ഡാറ്റകളും. കൃത്യമായ അടുക്കും ചിട്ടയോടും കൂടിയല്ല നാം വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഡാറ്റകൾ ശേഖരിക്കാറുള്ളത്. ക്രമപ്പെടുത്തലുകൾക്ക് വിധേയമാക്കാത്ത ഇത്തരം ഡാറ്റകളാണ് റോ ഡാറ്റാസ് അഥവാ അസംസ്കൃത ദത്തങ്ങൾ. A mass of data in its crude or original form is called raw data. For better understand analysis and thereby draw meaningful conclusions, the raw data is to be organized. പഠന വിഷയം ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനും നിഗമനത്തിലെത്തിച്ചേരുന്നതിനും ഡാറ്റകൾ ക്രമപ്പെടുത്തേണ്ടതുണ്ട്. What is organization? Organization of data refers to the systematic arrangement of raw data so that the data becomes easy to understand and convenient for further statistical treatment. ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ, ഒരു നിഗമനത്തിലെത്തിച്ചേരാൻ കഴിയുന്ന വിധത്തിൽ അസംസ്കൃത ദത്തങ്ങൾ അടുക്കും ചിട്ടയോടും കൂടി വിന്യസിക്കുന്നതാണ് ഓർഗനൈസേഷൻ അഥവാ ക്രമപ്പെടുത്തൽ. വാട്ട് ഈസ് ക്ലാസിഫിക്കേഷൻ? എന്താണ് വർഗീകരണം? Classification refers to the process of arranging data into different groups or classes according to some characteristics. ദത്തങ്ങൾ അവയുടെ പ്രത്യേകതയ്ക്ക് അനുസൃതമായി വിവിധ ക്ലാസുകളിലായി അഥവാ വിവിധ ഗ്രൂപ്പുകളിലായി വിന്യസിക്കുന്നതാണ് ക്ലാസിഫിക്കേഷൻ അഥവാ വർഗീകരണം. ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. 1. Geographical or spatial classification. 2. Chronological classification. 3. Qualitative classification. And 4. Quantitative or numerical classification. ആദ്യമായി ജിയോഗ്രഫിക്കൽ ഓർ സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ എന്തെന്ന് പരിശോധിക്കാം. When the data is classified on the basis of geographical locations or regions is called geographical classification. ഭൂമിശാസ്ത്രപരമായ സ്ഥലങ്ങൾ അല്ലെങ്കിൽ പ്രദേശങ്ങൾ അടിസ്ഥാനമാക്കി ഡാറ്റയെ തരംതിരിക്കുമ്പോൾ അതിനെ സ്ഥലീയ വർഗീകരണം എന്ന് പറയുന്നു. 2021 വിവിധ കമ്പനികളുടെ കാറിൻ്റെ ഉൽപ്പാദനം സ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗുജറാത്ത്, തമിഴ്നാട്, കർണാടക എന്നിങ്ങനെ വർഗീകരിച്ചിരിക്കുന്നു. 2. Chronological classification. When the data is classified on the basis of time, it is called as chronological classification. സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡാറ്റയെ തരംതിരിക്കുമ്പോൾ അതിനെ കാലാനുസൃത വർഗീകരണം എന്ന് വിളിക്കുന്നു. ഇന്ത്യയിലെ ജനസംഖ്യ 1971 മുതൽ 2011 വരെ സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വർഗീകരിച്ചിരിക്കുന്നു. 3. Qualitative classification. When the data is classified on the basis of qualities or attributes such as beauty, honesty, etc., is known as qualitative classification. സൗന്ദര്യം, സത്യസന്ധത തുടങ്ങിയ ഗുണപരമായ സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ
ദത്തങ്ങളെ തരംതിരിക്കുന്നതിനെയാണ് ഗുണാത്മക വർഗീകരണം എന്ന് പറയുന്നത്. നമുക്കൊരു ഉദാഹരണം നോക്കാം. പോപ്പുലേഷൻ അഥവാ ജനസംഖ്യയെ മെയിൽ അഥവാ ആൺ, ഫീമെയിൽ അഥവാ പെൺ, മെയിലിനെ വീണ്ടും മാരീഡ് അഥവാ വിവാഹിതർ, കൂടാതെ അൺമാരീഡ് അഥവാ അവിവാഹിതർ എന്നിങ്ങനെ ഗുണപരമായ സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ വർഗീകരിച്ചിരിക്കുന്നു. 4. Quantitative or numerical classification. Quantitative classification refers to the arrangement or classification of data according to some characteristics that can be measured numerically, such as height, weight, income, age, etc. ഉയരം, ഭാരം, വരുമാനം, പ്രായം മുതലായ സംഖ്യാപരമായി അളക്കാൻ കഴിയുന്ന ചരങ്ങളുടെ ശ്രേണീരൂപത്തിലുള്ള വർഗീകരണമാണ് പരിമാണാത്മക വർഗീകരണം. സംഖ്യാപരമായി അളക്കാവുന്ന വിദ്യാർത്ഥികളുടെ പ്രായം ഇവിടെ ശ്രേണീരൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു. What is a variable? Anything that can be measured and changes its value over time is called a variable. കാലക്രമത്തിൽ മൂല്യം മാറുന്നതും എന്നാൽ അളക്കാൻ കഴിയുന്നതുമായ എന്തിനേയും ചരങ്ങൾ എന്ന് വിളിക്കുന്നു. കാലം കഴിയുന്നതിനനുസരിച്ച് ഉയരം എന്ന ചരത്തിന് അഥവാ വേരിയബിളിന് മാറ്റം സംഭവിക്കുന്ന ഉദാഹരണം ശ്രദ്ധിക്കുക. Variable has been classified into 2. 1. Discrete variable അഥവാ അസന്തത ചരങ്ങൾ, and 2. Continuous variable അഥവാ സന്തത ചരങ്ങൾ. 1. Discrete variable അഥവാ അസന്തത ചരങ്ങൾ. Variables that can only take a finite number of values are called discrete variables. These variables increase in jumps or in complete numbers. ഒരു ചരത്തിൻ്റെ മൂല്യത്തിൽ ഉണ്ടാകുന്ന മാറ്റം ഒരു പൂർണ്ണസംഖ്യയിൽ നിന്നും മറ്റൊരു പൂർണ്ണസംഖ്യയിലേക്കാണെങ്കിൽ അത്തരം ചരത്തിനെ അസന്തത ചരം എന്ന് പറയുന്നു. ഒരു ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ എണ്ണം 1 ആവാം, 2 ആവാം, അല്ലെങ്കിൽ 3, 10, 15, 20 തുടങ്ങി ഏത് പൂർണ്ണസംഖ്യയും ആവാം, അല്ലേ? എന്നാൽ വിദ്യാർത്ഥികളുടെ എണ്ണം ഒരിക്കലും 1.25 വിദ്യാർത്ഥി, 1.5 വിദ്യാർത്ഥി, 1.25 വിദ്യാർത്ഥി എന്നിങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ വിദ്യാർത്ഥികളുടെ എണ്ണം അസന്തത ചരത്തിനുള്ള ഒരു ഉദാഹരണമാണ്. 2. കണ്ടിന്യൂസ് വേരിയബിൾ അഥവാ സന്തത ചരങ്ങൾ. എ വേരിയബിൾ ക്യാൻ ടേക്ക് എനി ന്യൂമറിക്കൽ വാല്യൂ within a reasonable limit is called a continuous variable. These variables assume a range of values or increase in fractions and not in jumps. ഏതൊരു സാംഖ്യിക മൂല്യവും സ്വീകരിക്കുന്ന ചരത്തെ സന്തത ചരം എന്ന് പറയുന്നു. വിദ്യാർത്ഥികളുടെ ഭാരം 5 കിലോഗ്രാം ആവാം, 5.25 കിലോഗ്രാം ആവാം, 5.25 കിലോഗ്രാം ആവാം, 6 കിലോഗ്രാം ആവാം, 6.25 കിലോഗ്രാം ആവാം. അങ്ങനെ ഏത് മൂല്യവും സ്വീകരിക്കുന്ന ഭാരം പോലുള്ള ചരങ്ങൾ സന്തത ചരങ്ങൾക്ക് ഉദാഹരണമാണ്. താങ്ക് യു.